അസ്സലാമു അലൈക്കും. റമളാൻ ഇസ്ലാമിലെ ഏറ്റവും പരിശുദ്ധവും അനുഗ്രഹപൂർണവുമായ മാസമാണ്. ഇത് ഖുർആൻ അവതരിച്ച മാസം കൂടിയാണ്. ഈ മാസത്തിൽ മുസ്ലിമുകൾ നോമ്പ്, നിസ്കാരം, ദിക്ർ, ദുആ, ദാനധർമ്മങ്ങൾ എന്നിവ വർദ്ധിപ്പിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ എത്താൻ ശ്രമിക്കുന്നു. റമളാൻ മാസം ഖുർആൻ അവതരിച്ച പരിശുദ്ധ മാസം ആയതിനാൽ ഈ മാസത്തിൽ ഖുർആൻ പൂർണ്ണമായി ഒരിക്കലെങ്കിലും ഓതി ഖത്തം തീർക്കുന്നത് വളരെ വലിയ പുണ്യമാണ്. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകൾ അൽ ഫാത്തിഹ, അൽ ബഖറ മുതൽ ഓതി സൂറത്തുൽ നാസ് വരെ മുഴുവനായി ഓതി തീർക്കുന്നതിനാണ് ഖത്തമുൽ ഖുർആൻ അഥവാ ഖത്തം തീർക്കുക എന്ന് പറയുന്നത്. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് നാളെ മഹ്ശറിൽ ഖുർആൻ കൂട്ടായി ഉണ്ടാവും. ഖത്തം ഓതുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഖത്തം തുടങ്ങുന്നതിന് മുമ്പ് നിയ്യത്ത് വെക്കണം. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമളാനിൽ ഞാൻ ഒരു ഖത്തം ഓതി തീർക്കാൻ പോവുകയാണ് എന്ന് മനസ്സിൽ നിയ്യത്ത് വെക്കണം. ഖുർആനിലെ ഓരോ ആയത്തും വിട്ടുപോകാതെ സൂക്ഷ്മയോടെ ഓതണം. വുളു ഇല്ലാതെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. വുളു എടുത്ത് ഖുർആനിൽ നോക്കി ഓതുന്നതാണ് ഏറ്റവും ഉത്തമം. ഖുർആൻ ഓതുന്നവനും ഖുർആനിലേക്ക് നോക്കുന്നവനും ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നവനും വലിയ കൂലിയുണ്ട്. ഖുർആൻ നാളെ നമ്മൾ മരണപ്പെട്ടാൽ അത് ഓതിയവർക്ക് സാക്ഷി നിൽക്കും. ഖുർആൻ ഓതാത്തവർക്ക് എതിരെ ഖുർആൻ സാക്ഷി പറയും. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ വൃത്തിയുള്ള സ്ഥലത്ത് വെക്കണം. ഖുർആനിന്റെ മുകളിൽ വേറെ ഒന്നും വെക്കാൻ പാടില്ല. ഖത്തം ഓതുമ്പോൾ പ്രതിഫലം ലഭിക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഖത്തം ഓതി തീർക്കേണ്ടത് പകലിന്റെ ആദ്യത്തില് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ആയിരിക്കണം. അല്ലെങ്കിൽ രാത്രിയുടെ ആദ്യത്തിലോ വേണം ഓതി പൂർത്തിയാക്കേണ്ടത്. ഖത്തം ഓതി കഴിഞ്ഞാൽ അത് ആരുടെ പേരിലാണോ ഓതിയത് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരാൾ ഖുർആൻ ഓതി ഖത്തം പൂർത്തിയാക്കിയാൽ അവന് വേണ്ടി 40,000 മലക്കുകൾ ആമീൻ പറയും. ഖത്തം ഓതി തീർക്കുന്ന ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിൽ ഖത്തം ഓതി തീർത്ത് ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്തു മാപ്പാക്കി തരണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.